ഭീരുക്കളുടെ ആക്രമണത്തിൽ തളരാതെ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഭാരതം. നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിറതോക്കുമായി വേട്ടയാടിയ ഭീകരരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ല എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ കശ്മീരിലെ സാഹചര്യങ്ങൾ കരസേനാ മേധാവി പ്രതിരോധ മന്ത്രിയെ ധരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീനഗർ പോലീസ് ആസ്ഥാനത്തെത്തി പുഷ്പചക്രം അർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ആക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡർ കസൂരി എന്നറിയപ്പെടുന്ന സൈഫുള്ള ഖാലിദ് എന്ന സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. ബാരാമുള്ളയിൽ 2 ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ള സാഹചര്യം എന്താണ്? കാരണം മരിച്ചവരുടെ 29 മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാ മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ നിന്നും അവിടെ പുഷ്പചക്രം അർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അവിടെയുള്ള സാഹചര്യം എന്താണ് നന്ദൻ? ദേവിക, ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിലെ ജമ്മു കാശ്മീർ ആംഡ് പോലീസ് ആസ്ഥാനത്താണ്. ഇപ്പോൾ നിലവിൽ മൃതദേഹങ്ങളുള്ളത് തിരിച്ചറിഞ്ഞ 26 മൃതദേഹങ്ങൾ, മുഴുവൻ 29 ഡെത്താണ് കൺഫേം ചെയ്തിരിക്കുന്നത്. 29 പേരുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ ഇതിൽ 26 പേരെ മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ തിരിച്ചറിഞ്ഞ 26 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലുള്ള ആംഡ് പോലീസ് ആസ്ഥാനത്താണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ 26 മൃതദേഹങ്ങളിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയം മുമ്പാണ് പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും അതേപോലെ തന്നെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും ഇവിടെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി എത്തിയിരുന്നു. അതേപോലെ തന്നെ ഈ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ മീറ്റിംഗ് കശ്മീരിൽ നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക എംപിമാരും ഇതുമായി ബന്ധപ്പെട്ട എംപിമാരും ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് തേജസ്വി സൂര്യ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹവും ഇവിടെ ഈ ആംഡ് പോലീസ് ആസ്ഥാനത്ത് എത്തി ഈ മൃതദേഹങ്ങൾ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. മാത്രമല്ല, കർണാടക സ്വദേശികൾ മരണപ്പെട്ട സാഹചര്യമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ബന്ധുക്കൾക്ക് യാത്ര ചെയ്യുവാനും അതേപോലെ തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനും വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുള്ളതായിട്ടാണ് തേജസ്വി സൂര്യ വ്യക്തമാക്കിയത്. ഇതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഭാരതം ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബ അതിൽ പാകിസ്ഥാൻ്റെ പങ്ക് കൃത്യമായി ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇന്നലെ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രതികളെ, ഈ ഭീകര പ്രവർത്തനം നടത്തിയ സാധാരണക്കാർക്ക് നേരെ, സഞ്ചാരികൾക്ക് നേരെ, വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ചവരെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് ഭാരതത്തിൻ്റെ സൈന്യവും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും CRPFും കടന്നു കഴിഞ്ഞു. പ്രത്യേക ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഈ മേഖലയിൽ സമഗ്രമായ തിരച്ചിൽ നടത്തുകയാണ്. അതേപോലെ തന്നെ പ്രത്യേക സംഘം രൂപീകരിച്ച് ഇന്നലെ ഉച്ച മുതൽ തന്നെ ഈ സംഭവം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ അവിടെ മുഴുവൻ, ആ പ്രദേശം മുഴുവൻ അവിടുന്ന് വിനോദസഞ്ചാരികളെ പൂർണ്ണമായും ഒഴിപ്പിച്ച ശേഷം ആ മേഖലകളിൽ സമഗ്രമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അത്തരം പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതായാലും മൃതദേഹങ്ങൾ ഇപ്പോഴും ഈ ആംഡ് പോലീസ് ആസ്ഥാനത്ത്, ശ്രീനഗറിലുള്ള ആംഡ് പോലീസ് ആസ്ഥാനത്താണ് ഉള്ളത്. ഇതിനോടകം തന്നെ 6 മൃതദേഹങ്ങൾ ഓരോ ആംബുലൻസിൽ കൃത്യമായ നമ്പർ ഒട്ടിച്ചിരുന്നു. 1, 2 എന്നിങ്ങനെ ക്രമത്തിൽ 6 മൃതദേഹങ്ങൾ 6 ആംബുലൻസുകളിലായിട്ട് ഇതിനോടകം എയർപോർട്ടിലേക്ക് പൊയ്ക്കഴിഞ്ഞു. അത് ഏതൊക്കെ സംസ്ഥാനക്കാരുടേതാണ്, ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരുടേതാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 26 മൃതദേഹങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ കഴിഞ്ഞു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹങ്ങൾ അവരുടെ സ്വദേശങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന് പുറമെ കേന്ദ്ര സർക്കാരിന് കൃത്യമായ ഇടപെടൽ ഈ മൃതദേഹങ്ങൾ കൃത്യമായി യഥാസ്ഥാനത്ത് എത്തിക്കുന്നതിലുണ്ട്. ഏതായാലും ശക്തമായ ഭാഷയിൽ തന്നെ ഇതിന് നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ ഭാരതം നൽകിക്കഴിഞ്ഞു. ഈ അക്രമവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഉത്തരവാദിത്തം ലഷ്കർ ഇ തോയ്ബയുടെ മറ്റൊരു ഭാഗമായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ കൃത്യമായ പാകിസ്ഥാൻ്റെ പങ്കുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗമടക്കം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണമാണിപ്പോൾ ഈ കശ്മീരിൽ, ശ്രീനഗറിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യം ശ്രീനഗറിലുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് വിവിധ MPമാർ, അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള MLAമാർ, കേരളത്തിൽ നിന്നുമുള്ള ഹൈക്കോടതി ജഡ്ജിമാർ അടക്കമുള്ളവരുടെ സാന്നിധ്യം ശ്രീനഗറിലുണ്ട്. ഇത്തരമൊരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടും അതേപോലെ തന്നെ ഇന്നലെ നടന്ന ഭീകരാക്രമണം, അതിനൊപ്പം തന്നെ ഇതിനോടകം തന്നെ നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ കശ്മീരിലെ ശ്രീനഗറിൽ, അതേപോലെ തന്നെ കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്ന് ഉള്ള മേഖലകൾ പൂർണ്ണമായും ബന്ദോസാണ്. ഈ പ്രത്യേക സുരക്ഷാ സംഘത്തിൻ്റെ, അതായത് ജമ്മു കാശ്മീർ പോലീസിൻ്റെയും CRPFിൻ്റെയും
അതേപോലെ തന്നെ ആർമിയുടെയും ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സംഘം, ആ സംഘത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് പൂർണ്ണമായും ശ്രീനഗറുള്ളത്. ഓരോ 200 മീറ്ററുകളുടെ ഇടവേളയിലും കൃത്യമായി CRPFിൻ്റെയും അതേപോലെ തന്നെ പോലീസിൻ്റെയും ജവാന്മാരെ അവിടെ നിലയുറപ്പിച്ചാണ് കാവലൊരുക്കിയിരിക്കുന്നത്. സായുധധാരികളായ ഈ പട്ടാളക്കാരുടെയും അതേപോലെ തന്നെ CRPFിൻ്റെയും ഒക്കെ സംരക്ഷണ വലയത്തിലാണ് ഇപ്പോൾ ശ്രീനഗർ ഉള്ളത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു കോണിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ സൂചനകൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മോഡസ് ഓപ്പറാണ്ടി നടന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ സംഭവം എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ പോലീസിന് കൃത്യമായൊരു ഐഡിയ ലഭിച്ചു. അതായത് ഈ പെഹൽഗാം എന്ന് പറയുന്നത് അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ എത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് സീസണാണ്. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലടക്കം അവിടെ വേനൽ അവധിക്കാലമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ജമ്മു കാശ്മീരിലേക്ക്, പ്രത്യേകിച്ച് ശ്രീനഗറിലേക്ക് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി എത്തുന്ന സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സന്ദർഭത്തിലാണ് ഈ ഭീകരവാദികൾ ഈ അക്രമം നടത്താൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഇന്നലെ ഈ പെഹൽഗാമിൻ്റെ സമീപത്തായിട്ടുള്ള സ്ഥലത്ത് അവിടെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ മേഖലയിൽ വിനോദസഞ്ചാരത്തിന് എത്തിയവരാണ് അക്രമത്തിന് ഇരയായത്. അവിടേക്ക് വാഹനങ്ങൾ കടന്നു ചെല്ലില്ല, അവിടേക്ക് കാൽനടയായോ കുതിരപ്പുറത്തോ എത്തേണ്ട സാഹചര്യമാണ്. അങ്ങനെ കുതിരപ്പുറത്തും കാൽനടയുമായി എത്തിയവർ ഈ മലയിൽ പോയി, ഈ കുന്നിൽ പോയി ഇതെല്ലാം വീക്ഷിച്ച ശേഷം, കണ്ട ശേഷം, ഫോട്ടോ എടുത്ത് ഇതെല്ലാം ആസ്വദിച്ച ശേഷം അവർ തിരികെ മടങ്ങുമ്പോഴായിരുന്നു ഈ അക്രമം എന്നുള്ളതാണ്. ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 4-5 വ്യക്തികൾ അവർ പട്ടാളത്തിൻ്റെ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. അവർ പെട്ടെന്ന് കാടിനുള്ളിൽ നിന്നും ഇവർക്ക് ഈ സഞ്ചാരികളുടെ മുന്നിലേക്ക് പെട്ടെന്ന് ചാടിയെടുക്കുന്നു. അവരുടെ പേര് ചോദിക്കുന്നു, മതം കൃത്യമായി ഏത് എന്നുള്ളത് ബോധ്യമായ ശേഷം, അവർ ഇസ്ലാം മതമല്ല എന്ന് ബോധ്യമായ ശേഷം, അവർ ഹിന്ദുവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അവരെ വധിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം പുരുഷന്മാർക്ക് നേരെയായിരുന്നു അക്രമം. ഇത് കണ്ടു നിന്ന ദൃക്സാക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭീകരാക്രമണത്തിൽ ഈ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചവരിൽ അതിൽ ഒരു ഇൻ്റലിജൻസ് ഓഫീസർ ഉൾപ്പെടുന്നു, ഒരു നേവി ഓഫീസർ ഉൾപ്പെടുന്നു. കൊച്ചിയിൽ പോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നേവി ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവധിയെടുത്ത് അതിനുശേഷം അദ്ദേഹം ഈ ഭാര്യയുമായി ഹണിമൂൺ ആഘോഷിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ അദ്ദേഹം ഈ ഹണിമൂൺ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായത്. അവരുടെയൊക്കെ തന്നെ കണ്ണീർ നിറഞ്ഞ അവരുടെ വാക്കുകൾ ഇപ്പോഴും ഈ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ തളം കെട്ടി കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലയിലേക്ക് ഒരുക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ കൂടുതൽ ഫോഴ്സിനെ ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ക്രമം കൂടി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ ആംഡ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് എയർപോർട്ടിലേക്ക് മാറ്റുവാനുള്ള സാധ്യതയാണ്. എയർ ഇന്ത്യയും അതേപോലെ തന്നെ ഇൻഡിഗോയും സ്പൈസ് ജെറ്റും അടക്കം അവരെല്ലാം തന്നെ ജമ്മു കാശ്മീർ ശ്രീനഗറിലേക്കും ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കും, ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്കും പ്രത്യേക ഫ്ലൈറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ അക്രമത്തിൻ്റെ, അല്ലെങ്കിൽ ഈ തീവ്രവാദ അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീർ സർക്കാർ പ്രത്യേക ഹെൽപ്പ് ലൈൻ രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പ്രത്യേക ഹെൽപ്പ് ലൈൻ രൂപീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ മൊബൈൽ നമ്പർ, ആ ടോൾ ഫ്രീ നമ്പറിൽ കൃത്യമായി അന്വേഷിച്ചാൽ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇത്തരം ക്രമീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ ഒരുക്കിയിരുന്നു. ഇന്നലെ ഈ അക്രമം, ഈ ഭീകരവാദ സംഭവം ഈ വെടി ഉതിർത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ചു നടന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിളിക്കുന്നു. ഒപ്പം തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, CRPFിൻ്റെ മേധാവി, അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ മേധാവി, ഇൻ്റലിജൻസ് മേധാവി, അതേപോലെ തന്നെ മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ മേധാവിമാരുമായി വീഡിയോ കോൺഫറൻസ് വിളിച്ച് അവിടുത്തെ തൽസ്ഥിതികൾ ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു. മാത്രമല്ല സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരുന്നു.
നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് ശ്രീനഗറിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തിരിച്ചത്. ഇന്നലെ വൈകുന്നേരം തന്നെ അദ്ദേഹം ഇവിടെ ശ്രീനഗറിലെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും മറ്റും അദ്ദേഹം വിലയിരുത്തിയിരുന്നു. ഇവിടെ എത്തിയ ശേഷവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും അതേപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഇവിടുത്തെ ശ്രീനഗറിലുള്ള ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എന്താണ് സംഭവം അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവം ഉണ്ടായത് എന്ന് അദ്ദേഹം കൃത്യമായി ചോദിച്ചറിഞ്ഞിരിക്കുന്നു. അതനുസരിച്ചാണ് അവർ വ്യക്തമാക്കിയത്. ഇന്നലെ ഈ മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണ് ഈ സംഭവം, ഈ തീവ്രവാദികൾ എങ്ങനെയാണ് ഈ വിനോദസഞ്ചാരികളെ ആക്രമിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അത് ഇന്നലെ ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ ഈ ഉദ്യോഗസ്ഥ നേതൃത്വം അവർ വിവരിക്കുകയുണ്ടായി. അവർ പറയുന്നതനുസരിച്ച് ഒരു പക്ഷേ ബൈക്കിൽ ആയിരിക്കണം ഈ തീവ്രവാദികൾ ഈ മേഖലയിലേക്ക് ഈ പഹൽഗാം മേഖലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിന് ഈ മേഖലയിൽ നിന്നും നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു കറുത്ത വാഹനം ലഭിച്ചു എന്നുള്ളതാണ്. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 2 പ്രാദേശിക ഭീകരർ കൂടി ഈ ഒരു 6-അംഗ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബീജ് ബഹേര സ്വദേശി ആദിൽ തോക്കർ, ഒപ്പം ത്രാൽ സ്വദേശി ആസിഫ് എന്നിവർ കൂടി സംഘത്തിൽ ഉണ്ടെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി നന്ദൻ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രാദേശിക ഭീകരരും ഈ 6-അംഗ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദേവിക, നേരത്തെ തന്നെ പ്രാദേശികമായി ഇത്തരമൊരു ഭീകരാക്രമണം നടത്തണമെങ്കിൽ അത് പെട്ടെന്ന് നുഴഞ്ഞു കയറി വന്ന് ഇവിടെ ഭാരതത്തിൻ്റെ മണ്ണിൽ അങ്ങനെ പെട്ടെന്ന് ഒരു അക്രമം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശകലനം സേനാ വിഭാഗങ്ങൾ നടത്തിയിരുന്നു. അതിൽ നിന്നും വ്യക്തമായ ഒരു സംഭവം ഇവിടെ പ്രാദേശികപരമായ ആൾക്കാർ ഈ ഭീകരവാദികളെ സഹായിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് വാഹനം കടന്ന് എത്താൻ കഴിയാത്ത മേഖലയിലേക്ക് ഈ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയതെന്ന് കരുതപ്പെടുന്ന ഭീകരവാദികളെ അവിടെ എത്തിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ എത്തിച്ചത് അത് കൃത്യമായി ഈ പ്രാദേശിക സഹായം അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഈ പ്രാദേശിക സഹായം ഇതിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. നേരത്തെ സമാനമായ രീതിയിൽ ഇത്തരം തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടവരുടെ ലിസ്റ്റുകൾ കൃത്യമായി തന്നെ പരിശോധിച്ച് അത് നോക്കുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ ഒരു വാഹനം ഈ കൊല്ലപ്പെട്ടവരുടെ ഈ ബന്ധുക്കൾ അവരെ ഈ മൃതദേഹം നേരത്തെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു. അവരെ എയർപോർട്ടിലേക്ക് ഇതുമായി ഈ മരിച്ചവരുടെ ബന്ധുക്കളെ എയർപോർട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേക വാഹനമാണ് ഇതിപ്പോൾ ഈ പോലീസ് ആസ്ഥാനത്ത് ശ്രീനഗറിലുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അത് എയർപോർട്ടിലേക്ക് തിരിക്കുകയാണ്. നേരത്തെ ഈ മൃതദേഹത്തോടൊപ്പം അടുത്ത ബന്ധുക്കൾ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയൊരു ബസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൊല്ലപ്പെട്ടവരുടെ